നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടിയുടെ അവസാന ഭാഗമാണ്. ഈ വാഹന പ്രചരണ യാത്രയിലൂടെ ഇന്ന് 6 മണിക്ക് വരെ നമുക്ക് പരിപാടി നടത്താൻ അവകാശമാണ്. 6 മണി കഴിഞ്ഞാൽ ചില പ്രചരണങ്ങൾക്കൊന്നും ഇനി അവകാശം. ഏതായാലും അതിൻ്റെ സമാപന ദിവസം ഇതുപോലെ വാഹന പ്രചരണ യാത്ര നടത്തി അതിൽ പങ്കെടുക്കാൻ പറ്റിയ മുഴുവൻ ആളുകളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വേണ്ടി അഭിവാദ്യം ചെയ്യുവാനായിട്ട് ഇരിക്കുക. ഏതായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഈ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്ത് പരമാവധി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വോട്ടർമാരെ പോളിംഗ് ബൂത്ത് എത്തിക്കുവാൻ സഹകരിക്കണമെന്ന് മാത്രം കണ്ടുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കമ്മിറ്റിയാണ് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഏറെ ബഹുമാനായ ഈ ബൂത്തിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റ് അരിപ്പേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ ബഹുമാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുമ അടക്കമുള്ള ഏറെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച 9-ാം തീയതി നടക്കുകയാണ്. നിങ്ങളുടെ എല്ലാ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എൻ്റെ നേരിട്ടുള്ളൊരു വോട്ട് അഭ്യർത്ഥനയായി നിങ്ങൾ കണക്കാക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ UDFന്റെ ഭരണത്തിലേക്ക് വരേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. വികസന പാതയിലുള്ള കൊച്ചി നഗരം, മെട്രോ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരം, ആ നഗരത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം ഈ നഗരത്തെ വളർത്തുവാൻ UDF ഭരണ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ഭരണം ഉണ്ടായിരുന്നപ്പോൾ ഈ നഗരത്തിൽ നടപ്പാക്കിയ പദ്ധതികളെല്ലാം തന്നെ UDF സ്വപ്നം കണ്ടതും UDF വിഭാവനം ചെയ്തതും UDF കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ട് നേടിയെടുത്തതുമായ പ്രൊജക്റ്റുകളാണ്. ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 33-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സവിനയം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഈ നാട്ടിലുള്ള അഴിമതിയും കൊള്ളയും നമുക്കറിയാം. പുണ്യ പരിപാവനമായ ശബരിമലയിൽ പോലും നടന്നത് എന്താണെന്ന് നാം എല്ലാം കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെല്ലാം ഒരു മറുപടി നൽകേണ്ടത് കേരളത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാരാണെന്ന് നാം തിരിച്ചറിയണം. 33-ാം ഡിവിഷനിലെ പ്രിയപ്പെട്ട എൻ്റെ വോട്ടർമാർ, നിങ്ങളുടെ പ്രതികരണം കൈപ്പത്തിക്ക് വോട്ട് ചെയ്തുകൊണ്ട് നടത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീ ജെയിംസ് ചേട്ടനടക്കമുള്ള ഏറെ ബഹുമാനായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ ഡിവിഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ച് കടന്നു വന്നിരിക്കുകയാണ്. 2010-15 കാലഘട്ടത്തിലും 20-25 കാലഘട്ടത്തിലും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 10 വർഷക്കാലവും ഈ ഡിവിഷന്റെ സമഗ്രമായ വികസനത്തിന് നല്ല റോഡുകളും വൈദ്യുതി ലൈറ്റുകളും വെള്ളപ്പൊക്ക നിവാരണത്തിന് വേണ്ട പ്രവർത്തനങ്ങളുമൊക്കെയായി നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പ്രതിസന്ധി നേരിട്ട കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എത്തിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മകളായി, സഹോദരിയായി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, അത് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തിരിച്ച് ഈ 10 വർഷക്കാലവും നിങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ ഡിവിഷനിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പരമാവധിയുള്ള സമയം നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. നമ്മൾക്കറിയാം, ഞാൻ ഈ ഡിവിഷനിലേക്ക് 2010 കടന്നു വന്നപ്പോൾ ഈ ഡിവിഷന്റെ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇന്ന് 15 വർഷങ്ങൾ കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഈ ഡിവിഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. ക്ഷേമ പെൻഷനുകളാണെങ്കിലും മറ്റ് ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിലൂടെയുള്ള വർക്കുകളാണെങ്കിലും വ്യക്തിഗത ആനുകൂല്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നല്ല റോഡുകളും നല്ല നടപ്പാതകളും ഒക്കെ ഒരുക്കിക്കൊണ്ട്, അതുമാത്രമല്ല ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ക്ലബും ഓപ്പൺ ജിമ്മും അതോടൊപ്പം നമ്മുടെ നഗര ആരോഗ്യ കേന്ദ്രവും ചികിത്സാ സൗകര്യം 1 മണി മുതൽ 7 മണി വരെ ഫ്രീ ആയിട്ട്, മരുന്നുകൾ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നൽകുന്ന ആരോഗ്യ കേന്ദ്രവുമൊക്കെയായി ഈ ഡിവിഷന്റെ വികസനത്തിനൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് തുടർച്ച ആവശ്യമാണ്. നമ്മൾ തുടങ്ങിവെച്ച പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ഈ ഡിവിഷന്റെ കൗൺസിലറായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണമെന്ന്, എൻ്റെ ചിഹ്നമായ കൈ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ നൽകിയ സ്നേഹത്തിന്, കരുതലിന്, നിങ്ങളിൽ ഒരാളായി എന്നെ കരുതിയതിനൊക്കെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചൊവ്വാഴ്ച 9-ാം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ കയ്യിൽ നിന്ന് നമ്മുടെ പൊന്നടയാളം അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കോൺഗ്രസിൻ്റെ കൈപ്പത്തി, കോൺഗ്രസിൻ്റെ ചിഹ്നം, ആ ചിഹ്നം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് വികസനത്തിന് വേണ്ടി ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ക്ഷേമത്തിന് വേണ്ടി ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
പലപ്പോഴും ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഡിവിഷന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ മകളായി നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. നമ്മുടെ ഡിവിഷനിൽ നമ്മൾ നടപ്പാക്കിയ 2010 മുതൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച കോൺഗ്രസിന്റെ സാരഥിക്ക് ഐക്യജനാധിപത്യങ്ങളുടെ സാരഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിൽ പലരെയും നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് കാണുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ആരെയും എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് നേരിട്ട് നടത്തുന്ന വോട്ട് അഭ്യർത്ഥനയായി കണക്കാക്കിക്കൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 2010 ഡിവിഷനിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെനിക്ക് നൽകിയ സ്നേഹം, നിങ്ങളെനിക്ക് നൽകിയ സപ്പോർട്ട് ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ഈ ഡിവിഷനിൽ അംഗൻവാടി ഉൾപ്പെടെ കുടുംബ ആരോഗ്യ ജനകീയ കേന്ദ്രം ഉൾപ്പെടെ ADS ഹാൾ ഉൾപ്പെടെയുള്ള വികസനങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. കോവിഡും പ്രളയവും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്ന ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയ കൂട്ടായ പ്രവർത്തനം, ആ പ്രവർത്തനം നിങ്ങളുടെ മനസ്സിലേക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരണം. കൈപ്പത്തി എന്ന നമ്മുടെ പൊന്നടയാളം, ആ പൊന്നടയാളത്തിൽ വോട്ടുകൾ നൽകി നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചി നഗരസഭയിൽ 33-ാം ഡിവിഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന എനിക്കും 32-ാം ഡിവിഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിജയകുമാറിനും 31-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന CT ആനന്ദിനും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്പർ 3-ാമതാണ്. എന്റെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ മനസ്സുകൾ ഐക്യ ജനാധിപത്യത്തിന്റെ സ്ഥാനം 1-ാമതാണ്. 3-ാമത് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 3-ാമത്തെ ചിഹ്നമായ കൈപ്പത്തി അഡ്വക്കേറ്റ് മിനിമോൾ VKക്ക് വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക.
മൈത്രി ലൈനിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 33-ാം ഡിവിഷൻ പാലാരിവട്ടത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം. കഴിഞ്ഞ 10 വർഷക്കാലം 2010-ലും 2015-ലും 2020-2025 കാലഘട്ടങ്ങളിലും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഈ പ്രദേശത്ത് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മുടെ പ്രദേശത്ത് 40-ാം ഡിവിഷൻ മാമംഗലമായിരുന്നു ആദ്യം. ഇപ്പോൾ ഡീലിമിറ്റേഷന് ശേഷം 33-ാം ഡിവിഷൻ പാലാരിവട്ടം. ഈ പ്രദേശത്ത് ഞാൻ കടന്നു വരുമ്പോൾ 2010-ൽ ഒരു ജനപ്രതിനിധിയായി, കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായി 33 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ഈ ഡിവിഷനിലേക്ക് കടന്നു വന്ന് നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയപ്പോൾ മൈത്രി നഗർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ കാണുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇതിലൂടെ കടന്നു പോകുന്ന പൊരിവൈകിത്തോടുന്ന തോടിന്റെ അവസ്ഥയും മറ്റൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 10 വർഷങ്ങൾക്കിപ്പുറം മൈത്രി റോഡ് പ്രദേശത്ത് ആവശ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ റോഡ് BM&TC നിലവാരത്തിൽ ടാർ ചെയ്യുകയും സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലെ ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന മൈത്രി നഗർ എന്ന ഈ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന പൊരിവഴിത്തോട് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ വീതി കൂട്ടി, ആഴം കൂട്ടി പുനർനിർമ്മിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിലെ എല്ലാ ലൈറ്റുകളും ഊർജ സംരക്ഷണം കണക്കാക്കിക്കൊണ്ട് LED ലൈറ്റുകളായി മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വികസനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചു. ഇടറോഡുകളെല്ലാം കോർപ്പറേഷൻ വിട്ടുതന്നിട്ടുള്ള ഇടറോഡുകളെല്ലാം തന്നെ ടൈൽ ചെയ്ത് മനോഹരമാക്കി ഗതാഗതത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിയദർശിനി ഹാൾ കഴിഞ്ഞ മാസമാണ് നമ്മൾ ഓപ്പൺ ചെയ്തു കൊടുത്തത്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ റോഡിൽ ഓപ്പൺ ജിം ഫ്രീ ആയി CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ഷിപ്പ്യാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ഹൈബിയുടെ MPയുടെ നേതൃത്വത്തിൽ ആ വികസനം നമ്മൾ ഇവിടെ നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തില് ഈ ഡിവിഷനിൽ ആവശ്യമായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പോഷകാഹാരവും അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസവും അംഗൻവാടി വിദ്യാഭ്യാസവും ഉറപ്പാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ട് ADS ഹാൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് അവിടെ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രവർത്തനവും നടന്നു വരികയാണ്. ഇത്തരത്തില് ഈ ഡിവിഷന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ സഹോദരിയായി, മകളായി, കൂട്ടുകാരിയായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഡിവിഷനിലേക്ക് കടന്നു വന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി ഞാനിവിടെ ജനവിധി തേടുന്നത്. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം, അതിന്റെ പൂർത്തീകരണം നടക്കേണ്ട പല പദ്ധതികളും പാതുവഴിയിലാണ്. ആ വികസന പദ്ധതികൾ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ, പുതിയ പൈപ്പുകളിട്ട് പരിഹരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇനിയും പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കൊച്ചി ഭരിച്ച LDF നേതൃത്വത്തിനെതിരെ വികസന മുരടിപ്പിന്റെ കാലഘട്ടത്തിൽ, അഴിമതിയുടെ കാലഘട്ടത്തിന് അറുതി വരുത്തേണ്ട സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കേണ്ടതുണ്ട്. ശബരിമല പോലെ
പുണ്യപരിപാവനമായ ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഹൈക്കോടതി വടിയെടുത്തപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പോലും അതൊന്നും മനസ്സിലാക്കാത്ത വിധം പ്രവർത്തിച്ചു വരുന്ന LDF സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയാവണം ഈ തദ്ദേശ ഇലക്ഷൻ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് തെരുവ് നായ് ശല്യവും കൊതുകിന്റെ പ്രശ്നവുമൊക്കെ വീണ്ടും ഒരു കീറാമുട്ടിയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ UDFന്റെ ഭരണസമിതി കടന്നു വന്ന് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടതും നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കാലത്ത് 10 വർഷക്കാലം UDF വിഭാവനം ചെയ്ത പദ്ധതികൾ, UDF ഉണ്ടാക്കിയ പ്രൊജക്റ്റുകൾ, നേടിയെടുത്ത ഫണ്ടുകൾ, ആ ഫണ്ടുകളുടെ പൂർത്തീകരണം മാത്രമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച LDFന് ചെയ്യാനായത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും കൊച്ചി കോർപ്പറേഷൻ UDFന്റെ കരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി 33-ാം ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിയും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ പൊന്നടയാളത്തിൽ വോട്ടുകൾ നൽകി ബാലറ്റിൽ 3-ാമതായി പേരുള്ള അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിജയാൻ റോഡ് കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 33-ാം ഡിവിഷൻ പാലാരിവട്ടത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്.
കഴിഞ്ഞ 10 വർഷക്കാലം 2010-15 2020-25 കാലഘട്ടത്തിലും നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും കരുതലും നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നതിന് കാണിച്ച ആ ആർജവവും എല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. 2010 മുതൽ നമ്മുടെ ഡിവിഷനിൽ ഒരുമിച്ച് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് അത് അനുഭവിച്ച നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാലും ഈ ഡിവിഷനിലെ റോഡുകൾ നല്ല നിലവാരത്തിലേക്ക് BM&BC നിലവാരത്തിലേക്ക് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തോടുകളുടെ വീതി കൂട്ടി സൈഡ് ഭിത്തികൾ കോൺക്രീറ്റ് നിലവാരത്തിലേക്ക് മാറ്റിക്കൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സുഗമമായ സൗകര്യമൊരുക്കിക്കൊണ്ട് ഡിവിഷനിലെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നന്ദിയോടെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ ഈ ഡിവിഷനിലെ ആളുകൾ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഓരോ വീടുകളിലേക്കും എത്തിച്ചുകൊണ്ടും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി പ്രവർത്തിക്കാൻ എനിക്ക് നൽകിയിട്ടുള്ള അവസരം വീണ്ടും ഒരിക്കൽ കൂടി നൽകണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച കാലം കൊണ്ട് ഈ ഡിവിഷനിലെ ഓരോ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ചില വീടുകളിലെങ്കിലും നിങ്ങളെ എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നഗരവൽക്കരണത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്ന പാലാരിവട്ടം പോലുള്ള പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. 31 വർഷക്കാലം കൊച്ചി ഭരിച്ച LDF നേതൃത്വത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് 2010 UDF ഭരണം വന്നത്. അന്ന് UDF വിഭാവനം ചെയ്ത പദ്ധതികൾ, UDF കണ്ട സ്വപ്നം, അതാണ് നമ്മൾ ഇന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന 5 വർഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ UDFന്റെ ഭരണസമിതി തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് UDFന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. തെരുവുനായ് ശല്യവും മാലിന്യ സംസ്കരണവും കൊതുക് കടിയുമൊക്കെ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുഖമായി സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ കൈയെന്ന പൊന്നടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൂവർണ്ണ കൊടിയുടെ ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ കൈയെന്ന പൊന്നടയാളം, കോൺഗ്രസ് എന്ന വികസന രാഷ്ട്ര സ്വപ്നം കാണുന്ന പ്രസ്ഥാനം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ആ പ്രതിനിധിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന 9-ാം തീയതി ചൊവ്വാഴ്ച വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 33-ാം ഡിവിഷൻ പാലാരിവട്ടത്ത് വീണ്ടും ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന ഞാൻ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ എനിക്ക് അവസരം നൽകിയത് നന്ദിയോടെ ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. മെട്രോപൊളിറ്റൻ സിറ്റിയായി വളർന്നു വരുന്ന കൊച്ചിക്ക് അനുയോജ്യമായ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലാരിവട്ടം എന്ന നമ്മുടെ പ്രദേശത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലവും നമ്മൾ ഒരുമിച്ചാണ് സ്വപ്നം കണ്ടതും അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചത്. ആ പ്രവർത്തനങ്ങൾ വീണ്ടും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും ഒരിക്കൽ കൂടി ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സാരഥിയായി UDFന്റെ സാരഥിയായി എനിക്ക് ഒരവസരം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആളുകളുടെ മുന്നിൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റോഡുകൾ BMC നിലവാരത്തിലേക്ക് ഉയർത്തി ടാർ ചെയ്തതും, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി തോടുകൾ വീതി കൂട്ടി നിർമ്മിച്ചുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചതും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഡിവിഷനിലെ ജനപ്രതിനിധിയായി 2010 കടന്നു വരുമ്പോൾ ഈ ഡിവിഷനിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ എണ്ണം കേവലം 180-ൽ താഴെയായിരുന്നു. എന്നാൽ അനുയോജ്യരായ അർഹരായ എല്ലാവരുടെ കരങ്ങളിലേക്കും ദേശീയ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും അഗതി പെൻഷനും ഒക്കെ എത്തിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഡിവിഷനിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ഈ നാട്ടിലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ക്രൗഡ് ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് ആവശ്യക്കാരായ ആളുകളിലേക്ക് അതിന്റെ മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മറ്റു പല കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കരുതലും സ്നേഹവുമായി ഈ ഡിവിഷന്റെ വോട്ടർമാരുടെ ഒപ്പം, കുടുംബാംഗങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരാണ് അന്ന് നിങ്ങളുടെ പല വീടുകളിലേക്കും കടന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതോടൊപ്പം തന്നെ ഈ നാട്ടില് നമ്മളുടെ ഒരു സഹപ്രവർത്തകന് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ തന്നെ സുമനസുകളുടെ സഹായത്തോടുകൂടി കോർപ്പറേഷന്റെ TMA ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് ഭവനം നിർമ്മിച്ച് താക്കോൽ കൈമാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നാം ഒരുമിച്ചാണ് നടത്തിയിട്ടുള്ളത്. നാം ഒരുമിച്ചാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സഹോദരിയായി, മകളായി, നല്ല ഒരു കൂട്ടുകാരിയായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബാംഗത്തെ പോലെ എനിക്ക് കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നൽകിയ സ്നേഹം, ആ സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം LDFന്റെ ഭരണത്തിലായിരുന്നു കൊച്ചി നഗരം. 2010 മുതൽ 20 വരെയുള്ള 10 വർഷക്കാലം കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി UDF ഭരണം സ്വപ്നം കണ്ട പ്രൊജക്ടുകൾ, UDF ഭരണം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഫണ്ടുകൾ നേടിയെടുത്ത CSML പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമാണ് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ കൊച്ചി ഭരിച്ച ഇടതുപക്ഷത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ഏറെ ബഹുമാനായ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് അശോകേട്ടൻ, പ്രിയപ്പെട്ട റോയ്, സാജൻ, സനീഷ് അടക്കമുള്ള ബഹുമാനരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ പരിപാടിയിൽ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളടക്കമുള്ള സഹപ്രവർത്തകരെ, പവർ ഹൗസ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെ, ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ നാട്ടുകാർ, 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ നാട്ടിലുണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഏറെ പ്രബുദ്ധരായ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിക്കുന്ന LDF-ന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർത്തുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു, ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF ഭരണം നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചിയുടെ സ്ഥിതിയും മറിച്ചല്ല. കഴിഞ്ഞ 5 വർഷക്കാലം സ്വതന്ത്രരായ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊച്ചിയുടെ ഭരണത്തിലേക്ക് വന്ന LDF-ന്റെ ധൂർത്തും അഴിമതിയും നമ്മളെല്ലാവരും കണ്ടതാണ്. തെരുവ് നായ് ശല്യവും കൊതുകിൻ്റെ കടിയുമൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനെല്ലാം ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ 2010-ൽ ഞാൻ ഈ ഡിവിഷനിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ നമുക്കറിയാം, 31 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്നൊരു ഡിവിഷനാണിത്. ഈ നാട്ടിലെ വഴികൾ എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾക്കറിയാം. വെള്ളക്കെട്ടിന്റെ പ്രശ്നം എന്തായിരുന്നുവെന്ന് അതിന്റെ രൂക്ഷത അനുഭവിച്ചിട്ടുള്ള നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ 2010 മുതൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ എനിക്കൊരു ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയപ്പോൾ നമ്മൾ ഒരുമിച്ച് നടത്തിയ വികസനം, ആ വികസനത്തിനാണ് ഞാൻ നിങ്ങളോട് ഒരു വോട്ട് ചോദിക്കുന്നത്. ഇവിടുത്തെ റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് ഉയർത്തി ടാർ ചെയ്യുവാനും, വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തോടുകൾ വീതി കൂട്ടി പണിതുകൊണ്ട്, കാണകൾ വൃത്തിയാക്കിക്കൊണ്ട് വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് അസോസിയേഷന്റെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയുമേറെ കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് പൂർത്തീകരിക്കാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഡിവിഷനിൽ നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഒരു ഓപ്പൺ ജിം പബ്ലിക്കിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ റോഡിൽ നമ്മൾ തുടങ്ങി നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഫ്രീ ആയിട്ട് മെഡിസിൻ, ഒരു ഡോക്ടർ 1 മണി മുതൽ 7 മണി വരെ സേവനം നൽകുന്നുണ്ട്. ഫാർമസിസ്റ്റ് അടക്കം 2 നഴ്സുമാരടക്കമുള്ള സൗകര്യം നമ്മൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ പ്രിയദർശിനി ഹാൾ നിർമ്മിച്ചുകൊണ്ട് അവരുടെ മീറ്റിങ്ങുകൾ ഓരോ മാസത്തിലും വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വയോജന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങുന്നതിനുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രദേശത്തിന് ഒരു ജനപ്രതിനിധിയാവാൻ
നിങ്ങളെനിക്ക് അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും ആ ഫിസിയോതെറാപ്പി സെന്റർ നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കണം. ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പെൻഷനുകളാണെങ്കിലും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളാണെങ്കിലുമൊക്കെ നിങ്ങളുടെ അർഹരായ ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ഈ ഡിവിഷനിലെ ജനപ്രതിനിധിക്ക് ഇവിടുത്തെ സഹപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ 5 വർഷക്കാലം കോർപ്പറേഷൻ നടപ്പാക്കി എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങൾ 2010 കാലഘട്ടത്തിൽ 10 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ UDF വിഭാവനം ചെയ്ത പദ്ധതികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. UDF വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ പ്രൊജക്റ്റുകളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പ്രൊജക്റ്റുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് അഭിമാനം കൊള്ളുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, എവിടെയൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടോ, എവിടെയൊക്കെ ജനങ്ങളുടെ ജനഹിതമനുസരിച്ച് അഴിമതിരഹിതമായ ഒരു ഭരണം ഉണ്ടായിട്ടുണ്ടോ, അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ മാത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ കാണുവാനായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി ഞാൻ നിങ്ങളുടെ വീടുകളിലേക്ക് പല പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. എന്നാലും ചിലരെയെങ്കിലും എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ നിങ്ങളുടെ നേരെ വന്ന് നേരിട്ട് ചോദിക്കുന്ന ഒരു വോട്ട് അഭ്യർത്ഥനയായി കണക്കാക്കിക്കൊണ്ട് കൈ എന്ന പൊന്നടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നൽകിയ സംഭാവനകൾ നാം ഓർക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഭരണസമിതി നെഹ്റുവിന്റെ സ്വപ്നം, ഗാന്ധിയുടെ സ്വപ്നം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നിട്ട് നിന്നിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന് എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ കോട്ടം വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ നാടിന് നേരിൻ്റേതല്ലാത്ത, സത്യസന്ധമല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സർക്കാരാണെങ്കിലും കേരളം ഭരിക്കുന്ന LDFന്റെ സർക്കാരാണെങ്കിലും ഈ നാടിന് നൽകിയിട്ടുള്ള ദുർഭരണത്തിന്റെ അവശേഷിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട്, അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് 9-ാം തീയതി നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൂവർണ്ണ കൊടിയുടെ പതാക നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കൈ എന്ന പൊന്നടയാളം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ കൈ എന്ന പൊന്നടയാളത്തിൽ മത്സരിക്കുന്ന 3-ാം നമ്പർ ബാലറ്റിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുമ അടക്കമുള്ള മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ, എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 33-ാം ഡിവിഷൻ പാലാരിവട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ നിങ്ങളുടെ ഡിവിഷനിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിരുന്നു. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും കരുതലും, നമ്മൾ ഒന്നിച്ചു പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളും, അതെല്ലാം ഈ അവസരം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. 2010 ആദ്യമായി 31 വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായപ്പോൾ ഈ ഡിവിഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഡിവിഷനിലെ റോഡുകൾ BM and BC നിലവാരത്തിലേക്ക് ഉയർത്തി ടാർ ചെയ്തതിനും ടൈലുകൾ വിരിച്ച ഇടവഴികൾ അടക്കമുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനുമൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തോടുകൾക്ക് വീതി കൂട്ടി പുനർനിർമ്മിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി. അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഇടപ്പള്ളി സോണൽ ഓഫീസിന് സമീപത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ADS ഹാൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 2020-25 കാലഘട്ടത്തിൽ വനിതാ വ്യവസായ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുവാനായിട്ട് സാധിച്ചത്. ഇടപ്പള്ളി സോണൽ ഓഫീസിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ 1 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് ഡോക്ടറുടെ സേവനം തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. മരുന്നടക്കമുള്ള സേവനങ്ങൾ, ഫാർമസിസ്റ്റ്, നഴ്സിംഗ്, 2 നഴ്സുമാർ അടക്കമുള്ള സേവനങ്ങൾ അവിടെ നമുക്ക് ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് അവരുടെ മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിയദർശിനി ഹാൾ അത് നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം മാസത്തിലൊരു പ്രാവശ്യം വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ക്ലാസ്സുകളും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുമൊക്കെയായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്റർ കൊച്ചിൻ കോർപ്പറേഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ നാട്ടിലെ നല്ലവരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് വരുന്ന 5 വർഷക്കാലം നമ്മൾക്ക് മുന്നിലുള്ള പദ്ധതികൾ. 33-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന എനിക്കും, 32-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന വിജയകുമാറിനും, 31-ൽ മത്സരിക്കുന്ന സിനി ആനന്ദിനും, 34-ൽ മത്സരിക്കുന്ന DP മേരി വർഗീസിനും കയ്യുന്ന പൊന്നടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ നാട്ടുകാരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
വിശ്വാസികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. ചൊവ്വാഴ്ച 9-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ എന്നായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി കണക്കാക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF നേതൃത്വം നൽകുന്ന ഇടത് ഭരണത്തിന് അഴിമതിയുടെ കൂത്തരങ്ങായ സ്വജന പക്ഷപാതത്തിന്റെ ഭരണം മാത്രം കാഴ്ചവെക്കുന്ന, സ്വർണ്ണക്കള്ളക്കടത്തും പരിപാവനമായ ശബരിമലയെ പോലും കൊള്ള ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് റോയ് കല്ലിങ്കൽ, പ്രിയപ്പെട്ട മണ്ഡലം സെക്രട്ടറി സാജൻ ചേട്ടൻ, പ്രിയപ്പെട്ട സനീഷ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സനൽ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജിബിൻ ക്ലീറ്റസ്, ബബ്ലു, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ,
മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സഹപ്രവർത്തകർ, എന്നെ കേൾക്കുന്ന ഏറെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ബഹുമാന്യരായ എൻ്റെ സ്വരം ശ്രദ്ധിക്കുന്ന കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇവിടെ ഈ ജംഗ്ഷനിൽ സംസാരിക്കുമ്പോൾ തങ്കച്ചൻ ചേട്ടനെന്ന നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവിനെ ഓർക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് തങ്കച്ചൻ ചേട്ടനായിരുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 9-ാം തീയതി ചൊവ്വാഴ്ച കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോരുകയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ 33-ാം ഡിവിഷൻ പാലാരിവട്ടത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നിങ്ങളെ ഏവരെയും കാണുവാനായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലം ഞാൻ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളിൽ പലരെയും എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരു നഗരപട്ടണത്തിൻ്റെ പാതയിലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയായ കൊച്ചിയുടെ വികസനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആരെയെങ്കിലും നേരിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ അവസരം ഞാൻ നിങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതായി കണക്കാക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് കൈപ്പത്തി എന്ന ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സ്നേഹപുരസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 2010 മുതലുള്ള കാലഘട്ടത്തിൽ 40-ാം ഡിവിഷൻ മാമംഗലം എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ പ്രദേശം, ആ പ്രദേശത്ത് 31 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായി നിങ്ങൾ എനിക്ക് നൽകിയ അവസരം, ആ അവസരത്തിൽ 2 പ്രാവശ്യം ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. നമ്മളുടെ റോഡുകൾ, മെയിൻ റോഡുകൾ നമുക്ക് BM and BC നിലവാരത്തിലേക്ക് ഉയർത്തി ടാർ ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തോടുകൾ വീതി കൂട്ടി നിർമ്മിച്ചുകൊണ്ട് ഒരു പരിധിവരെ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം നേതാജി റോഡിലെയും PJ ആന്റണി റോഡിലെയും മില്ലേനിയം നഗറിലെയും ഒക്കെ കുടിവെള്ള പ്രശ്നം പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് പരിപൂർണമായി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നോർത്ത് ജനറ റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അത്തരം പ്രവൃത്തികൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ സമഗ്രമായ വികസനം, ആ വികസനത്തിനൊപ്പം നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം കടന്നു പോയിട്ടുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാൾ നിർമ്മിച്ചു നൽകി മാസത്തിൽ അവരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, ആ ആരോഗ്യ കേന്ദ്രത്തിൽ 1 മണി മുതൽ 7 മണി വരെയുള്ള സമയം പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ചികിത്സ, മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കി അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈൻ റോഡിൽ കൊച്ചി ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനങ്ങൾ ശ്രീ ഐപ്പേട്ടന്റെ നേതൃത്വത്തിലുള്ള സലീം ബാബു ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ആ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾക്കറിയാവുന്നതാണ്.
ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കോവിഡ് പ്രതിസന്ധിയിലാക്കിയ സമയം, പ്രളയം പ്രതിസന്ധിയിലാക്കിയ സമയത്തൊക്കെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായത്തോടുകൂടി ക്രൗഡ് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അവശത അനുഭവിച്ച കോവിഡ് എന്ന മഹാമാരി പിടിവിട്ട കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി പ്രവർത്തിക്കുവാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ ഈ ഡിവിഷനിലെ സുമനസ്സുകളുടെ സഹായത്തോടുകൂടി നമ്മുടെ ഡിവിഷനിൽ ഏറ്റവും അർഹതപ്പെട്ട ആളിന് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പേരുകൾ ഞാനിവിടെ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അർഹനായ വ്യക്തിക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തി അതിൻ്റെ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നത് ആ ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ രോഗികൾക്ക് നമ്മൾ മാസാമാസം കൊടുക്കുന്ന സഹായമുണ്ട്. അവരുടെ ലിസ്റ്റുകൾ ഞാൻ പറയുന്നില്ല. വീട് വെച്ച് കൊടുത്ത ആളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. ക്ഷേമ പെൻഷനുകൾ നൽകിയ നൂറുകണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ അതെല്ലാം ലഭിച്ച നിങ്ങളുടെ ആവശ്യ നേരത്ത് നിങ്ങളുടെ കൈത്താങ്ങായി നിന്ന ജനപ്രതിനിധിയായ എന്നെ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി കൈയെന്ന പൊന്നടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അരാഷ്ട്രീയവാദികളും സ്വതന്ത്രരുടെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം LDF നേടിയെടുത്തത്. ഇനിയും ഒരിക്കൽ കൂടി അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ കൊച്ചിയുടെ ഭരണം അത് വീണ്ടും അഴിമതിക്കാരുടെയും ദൂർത്ത് നടത്തുന്നവരുടെയും കൈകളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസ് വിഭാവനം ചെയ്ത പദ്ധതികൾ, കോൺഗ്രസ് ആസൂത്രണം ചെയ്ത പ്രൊജക്റ്റുകൾ, വികസന സ്വപ്നം അതുമാത്രമാണ് കൊച്ചിയിൽ സഫലമായിട്ടുള്ളത്. കൊച്ചിയുടെ ഭരണം അത് UDFിനെ കിട്ടേണ്ടത് ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് ആവശ്യമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF സർക്കാർ പുണ്യ പരിപാലന ഭൂമിയായ ശബരിമലയെ പോലും കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന LDF ഭരണത്തിന് ഒരു മറുപടി കൊടുക്കാനുള്ള അവസരമായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടിയെ നെഞ്ചോട് ചേർക്കുന്ന, കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തിയെ ഹൃദയത്തിലേറ്റുന്ന നല്ലവരായ നാട്ടുകാരോട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 9-ാം തീയതി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിൽ 3-ാമതാണ് എൻ്റെ പേര്. അഡ്വക്കേറ്റ് മിനിമോൾ VK എന്ന എൻ്റെ പേരിൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ്. കോൺഗ്രസിൻ്റെ പൊന്നടയാളമായ കൈപ്പത്തിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒരിക്കൽ കൂടി മാമംഗലം പ്രദേശമായിരുന്ന പാലാരിവട്ടം ഡിവിഷനെ, 33-ാം ഡിവിഷനെ പ്രതിനിധീകരിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മാറ്റത്തിൻ്റെ കാഹളം മുഴക്കുവാനായിട്ട്, കോൺഗ്രസിൻ്റെ പതാക വാങ്ങി വീഴുവാനായിട്ട് നമുക്ക് കൈകോർക്കാം. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി വീണ്ടും ഒരിക്കൽ കൂടി കൊച്ചിയുടെ കൗൺസിലിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശബ്ദമാകുവാൻ എനിക്ക് അവസരം നൽകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് ഈ വാഹനജാഥയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടി ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ ഒപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന, വീടുകൾ തോറും കയറിയിറങ്ങുന്ന കോൺഗ്രസിൻ്റെ നല്ലവരായ എല്ലാ പ്രതിനിധികളോടും, എല്ലാ പ്രവർത്തകരോടും, എല്ലാ സുഹൃത്തുക്കളോടും നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രവർത്തകര്, നമ്മുടെ വോട്ടിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അവസാന ദിവസം ഇന്ന് നമ്മൾ അവസാനിക്കുക. വളരെ ഭംഗിയായിട്ട് അടുത്തും ചുറ്റയും കൂടെ നമ്മൾ ആ സമയക്രമം പാലിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി എല്ലാവരും സഹകരിച്ച് നമ്മുടെ പദയാത്ര വളരെ ഭംഗിയാക്കി തന്നതിന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാവരും ബൂത്തുകളിലും അകത്തിരിക്കണവരും പുറത്തിരിക്കണവരും എല്ലാവരും പൂർണ്ണമായി സഹകരിച്ച് നമ്മുടെ മിനിമോളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ആ ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ വോട്ടുകൾ ബൂത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള പ്രചരണത്തിലെല്ലാം നമുക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് നമുക്ക് ജനങ്ങളുടെ പ്രതികരണം. ആ പ്രതികരണം ഇനി 3-ാം തീയതി വോട്ടായി മാറിയാൽ 13-ാം തീയതി നമുക്ക് വീണ്ടും നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.